നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഈ മാസം 26-ാം തീയതി 27-ാം തീയതി എല്ലാം ഒരു മാസത്തെ പെൻഷൻ ലഭിച്ച ആളുകൾക്ക് ഇനി എന്നാണ് പെൻഷൻ 3000 രൂപ ലഭിക്കുക? കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തിലും പറഞ്ഞു പെൻഷൻ 3000 രൂപയാക്കുമെന്നുള്ളത്. ഇങ്ങനെ പെൻഷൻ 3000 രൂപയാക്കുമ്പോൾ ആർക്കെല്ലാമാണ് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക, ആരെല്ലാമാണ് പെൻഷനിൽ നിന്ന് ഒഴിവാകുക എന്നതിനെക്കുറിച്ചും 2 മാസത്തോളമായി മുടങ്ങിക്കിടക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ, മാസം 1000 രൂപ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പുതിയ സർക്കാർ വന്നതിന് ശേഷം നിർത്തലാക്കിയോ അത് ലഭിക്കുമോ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുമെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷനെ കുറിച്ചാണ്. മാസം 2000 രൂപ ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മെയ് മാസത്തേത് നമുക്കിപ്പോൾ ലഭിച്ചു. നിങ്ങൾക്ക് മെയ് മാസം 2000 രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എസ് എന്നും ഇല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മെയ് മാസം പെൻഷൻ ഒട്ടുമിക്ക ആളുകൾക്കും പെൻഷൻ ലഭിച്ചിരുന്നു. അതിൻ്റെ തുടക്ക സമയത്ത് ചില വെബ്സൈറ്റ് തകരാറ് മൂലമാണ് 1-2 ദിവസങ്ങൾക്കപ്പുറമാണ് പെൻഷൻ ലഭിച്ചത്. അതുപോലെ തന്നെ അന്ന് പെൻഷൻ 2000 രൂപയ്ക്ക് പകരം ചില ആളുകൾക്ക് 1800, 700 അങ്ങനെ പല രൂപത്തിലുള്ള പണവും എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര രൂപയാണ് പണം എത്തിയതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെ 1800 അല്ലെങ്കിൽ 1700 എല്ലാം ലഭിച്ച ആളുകൾക്ക് ബാക്കിയുള്ള 300, 200 രൂപ ഉടൻ തന്നെ വിതരണം തുടങ്ങുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ തന്നെ പണം അവരുടെ അക്കൗണ്ടിലെത്തും. ഒട്ടുമിക്ക ആളുകൾക്കും ആദ്യം 1700 രൂപയും പിന്നീട് അപ്പോൾ തന്നെ 300 രൂപയും കയറിയിട്ടുണ്ട്. ഇങ്ങനെ കയറാത്ത ആളുകൾക്കാണ് വരും ദിവസങ്ങളിൽ തന്നെ പണം എത്തുക. ഇനി പുതിയ സർക്കാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ പെൻഷൻ 3000 രൂപയാക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തിലും ഈ കാര്യം ഗവർണർ അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ ചെറിയൊരു വർധനവുണ്ടാവും. പിന്നീട് അങ്ങോട്ട് 2 മാസം 3 മാസങ്ങൾക്കപ്പുറമായിരിക്കും 3000 രൂപ തികയ്ക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന 2000 രൂപയ്ക്ക് പകരം ഇനി അങ്ങോട്ട് ചിലപ്പോൾ 2500 അല്ലെങ്കിൽ 2400 രൂപയാക്കി പിന്നീട് 400 രൂപയോട് വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കും പെൻഷൻ വർധന ഉണ്ടായിരിക്കുക. പക്ഷേ ഇങ്ങനെ പെൻഷൻ വർധന ഉണ്ടാകുന്ന സമയത്ത് കർശനമായ നിയന്ത്രണങ്ങളുണ്ടായിരിക്കും. ഒരുപാട് ആളുകൾ ഇപ്പോൾ അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നുണ്ട്. അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ആളുകളെയും മാക്സിമം ഒഴിവാക്കി ബാക്കി അർഹമായ ആളുകൾക്ക് 3000 രൂപയിലേക്ക് എത്തിക്കാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നത് മുടങ്ങിയിരുന്നു. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടുമാണ് അങ്ങനെ മുടങ്ങിയിരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് അപ്രൂവൽ ആകുമ്പോഴേക്കും 3000 രൂപയിലേക്ക് പെൻഷൻ എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ അർഹതയുള്ള എല്ലാ ആളുകളും നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ, മറ്റ് ഓൺലൈൻ സെൻറ്ററുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി എല്ലാം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ ഒരു ടൈമില്ല, എല്ലാ സമയത്തും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. മാസം 1000 രൂപ ലഭിക്കുന്ന 35 വയസ്സ് മുതൽ 60 വയസ്സുള്ള സ്ത്രീകൾക്കായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ പെൻഷൻ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ സർക്കാർ അധികാരം വരുന്നതിന് മുമ്പ് തന്നെ 2 മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ കുടിശ്ശികയാണ്. സർക്കാർ ഇതുവരെയും അതിനെ ഔദ്യോഗികമായി പെൻഷൻ നിർത്തലാക്കിയെന്നോ അല്ലെങ്കിൽ വിതരണം ചെയ്യുമെന്നോ അറിയിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കർശനമായ നിയന്ത്രണങ്ങളും കർശനമായ നിർദ്ദേശങ്ങളും വരികയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഏതായാലും സർക്കാർ ഇപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകളിലും ഒരുപാട് യൂട്യൂബ് ചാനലുകളിലും പെൻഷൻ നിർത്തലാക്കിയെന്ന് കാണുന്നുണ്ട്. സർക്കാർ ഔദ്യോഗികമായി ഇതുവരെ പെൻഷൻ നിർത്തലാക്കിയിട്ടില്ല. അതുപോലെ തന്നെ വിതരണം തുടങ്ങാൻ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. 2 മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നെല്ലാം നമ്മളെ അറിയിച്ചു.